ക്യാപ്പില്ലറി റൈസിന് കാരണമെന്ന് പറയുന്നത് സർഫസ് ടെൻഷനും അതുപോലെ തന്നെ കൊഹീഷൻ ഫോഴ്സിനേക്കാൾ കൂടുതലാണ് അഡ്ഹീഷൻ ഫോഴ്സ് എങ്കിൽ അതിൻ്റെ ഫലമായിട്ട് ക്യാപ്പില്ലറിയിൽ കൂടി വാട്ടർ അല്ലെങ്കിൽ ലിക്വിഡ് മുകളിലേക്ക് ഉയരുന്നു. ഇനി ഒരു ലിക്വിഡിന് അഡ്ഹീഷൻ ഫോഴ്സ് കൂടുതലാണെങ്കിൽ അതിന് ഒരു സർഫസിനെ വെറ്റ് ചെയ്യാൻ കഴിയും. ഇഫ് എ ലിക്വിഡ് ഹാസ് ഗ്രേറ്റർ അഡ്ഹീഷൻ ദാൻ കൊഹീഷൻ ഇറ്റ് വുഡ് വെറ്റ് ദി സർഫസ്. ഗേജ് പ്രഷർ എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡിൻ്റെ പ്രഷർ അത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ എത്ര കൂടുതൽ എന്ന് പറയുന്നതിനാണ് ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് പ്രഷർ മെഷർ ചെയ്യുന്നത് വാക്യൂത്തിൽ നിന്നാണ്, അപ്പോൾ അബ്സല്യൂട്ട് പ്രഷർ ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ എന്ന് നമുക്ക് പറയാം. അതായത് അബ്സല്യൂട്ട് പ്രഷർ കണ്ടുപിടിക്കാനായി അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ കൂടെ ഗേജ് പ്രഷർ ആഡ് ചെയ്യുക. സിമിലർ മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് കൊഹിഷൻ എങ്കിൽ ഡിസ്സിമിലർ മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് അഡീഷൻ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാനുള്ള 2 ഉപകരണങ്ങളാണ് മെർക്കുറി ബാരോമീറ്ററും അനിറോയിഡ് ബാരോമീറ്ററും. ഒരു ഡിഫറൻഷ്യൽ മാനോമീറ്ററിൻ്റെ പ്രഷർ മെഷർ ചെയ്യുന്ന വിധമാണ് കാണിക്കുന്നത്. ഇവിടെ എക്സ് എന്ന് പറയുന്ന ഡാറ്റം ലൈൻ, ആ ഡാറ്റം ലൈനിനെ വെച്ച് പറയുകയാണെങ്കിൽ പ്രഷർ എബവ് ദി എക്സ് ലൈൻ ഇൻ ദി ലെഫ്റ്റ് ലിംബ് ഈസ് ഈക്വൽ ടു പ്രഷർ എബവ് ദി എക്സ് ലൈൻ ഇൻ ദി റൈറ്റ് ലിംബ്. അപ്പോൾ ലെഫ്റ്റ് ലിംബിൽ PA പ്ലസ് H1 റോ 1G ഈസ് ഈക്വൽ ടു PB പ്ലസ് H2 റോ 2G പ്ലസ് H3 റോ 3G. ഇത് നമുക്ക് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് PA മൈനസ് PB ഈസ് ഈക്വൽ ടു റോ 2 H2G പ്ലസ് റോ 3 H3G മൈനസ് റോ 1 H1G എന്ന് വരും. അതുപോലെ HA മൈനസ് HB, അതായത് ഇതിൻ്റെ മൊത്തത്തിൽ നമ്മൾ ഒരു വാട്ടറിൻ്റെ സ്പെസിഫിക് വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് റോ ഇൻറ്റു G ഓഫ് വാട്ടർ, അതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് HA മൈനസ് HB ഇൻ ടേംസ് ഓഫ് വാട്ടർ ഹെഡ് ഈസ് ഈക്വൽ ടു S2 എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി അഥവാ റിലേറ്റീവ് ഡെൻസിറ്റിയാണ്. S2H2 പ്ലസ് S3H3 മൈനസ് S1H1 എന്ന് പറയുന്നത് കിട്ടും. വേപ്പർ പ്രഷർ, കണ്ടിന്യൂസ് ഇംപിഞ്ച്മെൻറ്റ് ഓഫ് വേപ്പർ മോളിക്യൂൾസ് ഓൺ ദി ലിക്വിഡ് സർഫസ് ക്രിയേറ്റ്സ് എ പ്രഷർ ഓൺ ലിക്വിഡ് സർഫസ് നോൺ ആസ് വേപ്പർ പ്രഷർ. അതായത് ഒരു ലിക്വിഡിൻ്റെ മുകളിൽ അതിൻ്റെ വേപ്പർ, ആ ലിക്വിഡിൻ്റെ വേപ്പർ മോളിക്യൂൾസ് ഉണ്ടാവും. ഈ മോളിക്യൂൾസ് കണ്ടിന്യൂസ് ആയിട്ട് കൊളൈഡ് ചെയ്യും വാട്ടർ സർഫസിലേക്ക്, അല്ലെങ്കിൽ ഈ വാട്ടർ വേപ്പർ അല്ലെങ്കിൽ ഈ ലിക്വിഡിൻ്റെ വേപ്പർ പ്രൊവൈഡ് ചെയ്യുന്ന പ്രഷറിനാണ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ വേപ്പർ എന്നല്ലെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ലിക്വിഡ് വേപ്പർ എക്സേർട്ടഡ് ഓൺ ദി സർഫസ് ഓഫ് ദി ലിക്വിഡ് എന്ന് വേണമെങ്കിലും പറയാം. ഒരു ക്ലോസ് സിസ്റ്റത്തിൽ വാട്ടർ വേപ്പറൈസസ് റാപ്പിഡ്ലി in a region where the pressure drops below the vapor pressure. വേപ്പർ പ്രഷർ ഒരു ബാലൻസിലാണ് നിൽക്കുന്നത്. വേപ്പർ പ്രഷർ എപ്പോഴാണ് കുറയുന്നത് അവിടെ സഡൻലി ഈ ലിക്വിഡ് വേപ്പർ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. ഒരു ക്ലോസ് സിസ്റ്റത്തിനകത്തെ പ്രഷർ വേപ്പർ പ്രഷറിനെക്കാട്ടും കുറയുമ്പോൾ ആ ലിക്വിഡ് വാട്ടർ അല്ലെങ്കിൽ വേപ്പർ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഈ പ്രതിഭാസത്തിനെയാണ് ക്യാവിറ്റേഷൻ എന്ന് പറയുന്നത്. ദ വേപ്പർ ബബിൾസ് ഫോംഡ് ഇൻ ക്യാവിറ്റേഷൻ യൂഷ്വലി കൊളാപ്സ് ഇൻ എ വയലൻറ്റ് മാനർ വിച്ച് മേ കോസ് കൺസിഡറബിൾ ഡാമേജ് ടു ദ സിസ്റ്റം. ഇങ്ങനെ വാട്ടർ വേപ്പർ ക്രിയേറ്റ് ആവുകയും അത് ബബിൾസ് ഫോം ചെയ്യും. ഈ ബബിൾസ് ബസ്റ്റ് ചെയ്യുന്നത് വളരെ ഷോക്ക് വേവ്സൊക്കെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടായിരിക്കും. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഷോക്ക് വേവ് ചുറ്റുമുള്ള എന്ത് സർഫസാണോ, അത് ക്യാവിറ്റി ആണോ പൈപ്പാണോ എന്താണെങ്കിലും അവിടെ
ഒരു ഷോക്ക് വേവ് കൊടുക്കുന്നത് കാരണം അവിടെ ഡാമേജസ് ഉണ്ടാക്കാനും പോർസ് ഉണ്ടാക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഈ ഒരു പ്രതിഭാസത്തിനെയാണ് ക്യാവിറ്റേഷൻ എന്ന് പറയുന്നത്. വാട്ടറിൻ്റെ കേസിലാണെങ്കിൽ വാട്ടറിൻ്റെ പ്രഷർ അല്ലെങ്കിൽ ആ ക്യാവിറ്റിയിലെ പ്രഷർ വേപ്പർ പ്രഷറിനെക്കാട്ടിയും കുറയുമ്പോൾ വാട്ടർ വേപ്പറൈസ് ചെയ്യും. ഈ വേപ്പറൈസ് ചെയ്യുന്ന ബബിൾസ് ബസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഷോക്ക് വേവ്സ് അതിന് ചുറ്റുമുള്ള കമ്പോണൻസിനെ ഡാമേജ് വരുത്തുകയും ചെയ്യുന്നു. ഇതാണ് ക്യാവിറ്റേഷൻ. പാസ്കൽസ് ലോ പറയുന്നത് പ്രഷർ അപ്ലൈഡ് അറ്റ് എനി പോയിന്റ് ഇൻ എ ലിക്വിഡ് അറ്റ് റെസ്റ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ഈക്വലി ആൻഡ് അൺഡിമിനിഷ്ഡ് ഇൻ ഓൾ ഡയറക്ഷൻ ടു എവരി അതർ പോയിന്റ് ഇൻ ദ ലിക്വിഡ്. നമ്മൾ ലിക്വിഡിൻ്റെ ഒരു പോയിന്റിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷർ അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് ആവും എന്നാണ് പറയുന്നത്. ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ ഈസ് ഈക്വൽ ഇൻ ഓൾ ഡയറക്ഷൻസ് അല്ലെങ്കിൽ ഈക്വലി ട്രാൻസ്മിറ്റഡ് ഇൻ ഓൾ ഡയറക്ഷൻസ്. ഇനി വേരിയേഷൻ ഓഫ് സ്റ്റാറ്റിക് പ്രഷർ dP/dy ഈസ് ഈക്വൽ ടു മൈനസ് റോ. അതായത് ഒരു ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സെഡ് ഡയറക്ഷൻ അല്ലെങ്കിൽ വൈ ഡയറക്ഷൻ വെർട്ടിക്കലി ഡൗൺവേർഡ് ആണെങ്കിൽ വെർട്ടിക്കലി ഡൗൺവേർഡിലേക്ക് പോകുന്നതോറും പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. അത് എത്ര എമൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നു ചോദിച്ചാൽ റോജി എമൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ പ്രഷർ അറ്റ് എ പോയിൻ്റ് എച്ച് ഹൈറ്റ് അല്ലെങ്കിൽ എച്ച് ഇമേർഷൻ ഫ്രം ദി ഫ്രീ സർഫസ് അല്ലെങ്കിൽ എച്ച് ഡെപ്ത് ഫ്രം ദ ഫ്രീ സർഫസ് ഈസ് ഈക്വൽ ടു എച്ച് റോജി എന്നാണ്. അതായത് ആഴങ്ങളിലേക്ക് പോകുന്തോറും പ്രഷർ കൂടുന്നു. ആ പ്രഷറിൻ്റെ ഇക്വേഷൻ എച്ച് ഇൻറ്റു റോജി അല്ലെങ്കിൽ റോജി എച്ച്, വേർ എച്ച് ഈസ് ദി height or depth of that point from the free surface of the liquid. Hydrostatic pressure force. The total hydrostatic pressure force on any submerged plane surface is equal to the product of the surface area and the pressure acting at the centroid of the plane. ആ സർഫസിൽ ഒരു സർഫസിൽ ആക്ട് ചെയ്യുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് സർഫസ് ഏരിയയും ആ സർഫസിൻ്റെ സെൻട്രോയിഡിൽ ആക്ട് ചെയ്യുന്ന ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. പ്രഷർ ഇൻറ്റു ഏരിയ ആണല്ലോ ഫോഴ്സ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ഫോഴ്സ് എന്ന് പറയുന്നത് എടുക്കേണ്ട പ്രഷർ എന്ന് പറയുന്നത് സെൻട്രോയിഡിൽ ആക്ട് ചെയ്യുന്ന സെൻട്രോയിഡൽ പ്രഷറും സർഫസ് ഏരിയയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഫോഴ്സ് കിട്ടും. For a horizontal area subjected to static fluid pressure, the resultant force passes through the centroid of the area. The magnitude of force exerted on one side of the plane area submerged in a liquid is the product of area and the pressure at its centroid. The point where the resultant force acts is known as center of pressure. The center of pressure of any submerged plane surface is always below the centroid of the surface. ഇനി ലൊക്കേഷൻ ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ. സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എച്ച് പി, height of immersion or depth from the free surface to the center of pressure. HP is equal to IG divided by AH bar plus H bar. IG divided by AH bar plus H bar, where IG is moment of inertia of area through centroidal axis parallel to liquid surface. Y bar, depth of center of gravity of area below liquid surface. Capitalize the area. ഇനി അതുപോലെ സെൻറ്റർ ഓഫ് പ്രഷർ of an inclined immersed plane surface. HP is equal to IG sin square theta divided by AH bar plus H bar. അവിടെ തീറ്റ എന്ന് പറയുന്നത് ഇറ്റ്സ് ആംഗിൾ മെയ്ഡ് ബൈ ദി ഇൻക്ലൈൻഡ് സർഫസ് വിത്ത് ദി ഫ്രീ സർഫസ്. The horizontal component of pressure force on a curved surface is equal to the pressure force exerted on a projection of the curved surface.
The vertical plane of projection is normal to the direction of the vertical component. The vertical component of pressure force on a curved surface is equal to the weight of liquid vertically above the curved surface and extending up to the free surface. The line of action of the vertical force passes through the centroid of the volume, real or imaginary, that extends above the curved surface up to the real or imaginary free surface. The horizontal component of pressure force on a curved surface is equal to the pressure force exerted on a projection of the curved surface. The vertical plane projection is normal to the direction of vertical component. The vertical component of pressure force is a curved surface is equal to the vertical component of pressure force on a curved surface is equal to the weight of liquid vertically above the curved surface and extending up to the free surface. The line of action of the vertical force passes through the centroid of the volume, real or imaginary, that extends above the curved surface up to the real or imaginary free surface. ഇനി ഫോഴ്സ് ഓൺ ഹൊറിസോണ്ടൽ സർഫസ് നമുക്കറിയാം അല്ലേ, റോ ജി എച്ച് ഇൻറ്റു എ. ഫോഴ്സ് ഓൺ വെർട്ടിക്കൽ സർഫസ് എഫ് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു റോ ജി എച്ച് ഇൻറ്റു എ. ഡെപ്ത് ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ ഫ്രം ഫ്രീ സർഫസ് 2/3 എച്ച്. ആർക്കമിഡീസ് പറഞ്ഞത്, അക്കോർഡിംഗ് ടു ആർക്കമിഡീസ്, ദ വെയിറ്റ് ഓഫ് എ submerged body is reduced by an amount equal to the weight of the liquid displaced by the body. അപ്പോൾ എന്താണ് ആർക്കമിഡീസ് പ്രിൻസിപ്പിൾ? ഒന്നുമില്ല, വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ഈസ് ഈക്വൽ ടു ദ ബയൻസി ഫോഴ്സ് എന്നാണ്. നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു ഒറിജിനൽ വെയിറ്റ് മൈനസ് വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ്. അതായത് സബ്മേർജ്ഡ് ആയിരിക്കുന്ന ഒരു ബോഡിയിൽ ഒരു അപ്വേർഡ് ഫോഴ്സ് ഉണ്ടായിരിക്കും. ആ ഫോഴ്സ് നമ്മൾ ബയൻസി ഫോഴ്സ് എന്ന് പറയും. ഡെൻസിറ്റി ഡിഫറൻസ് കാരണമാണ് ഈ ബയൻസി ഫോഴ്സ് ഉണ്ടാകുന്നത്. ഈ ബോയൻസി ഫോഴ്സ് കാരണം ഇതിൻ്റെ വെയിറ്റ് കുറയും. ഇപ്പോൾ വെള്ളത്തിൽ വെച്ച് ഒരു ബോഡിയുടെ വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് കുറവായിരിക്കും, കാരണം ഈ ബോയൻസി ഫോഴ്സാണ്. A floating body is partially submerged due to the balance of the body weight and buoyancy force. അപ്പോൾ ഒരു ബോഡി ഫ്ലോട്ട് ചെയ്യണമെങ്കിൽ അതിന് കാരണം എന്താ? ബയൻസി ഫോഴ്സ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദി ബോഡി. ബോയൻസി ഫോഴ്സ് ഈസ് ദ റിസൾട്ടൻറ്റ് ഫോഴ്സ് എക്സെപ്റ്റ് ഓൺ എ ബോഡി ബൈ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് വിച്ച് ഈസ് സബ്മർജ്ഡ് ഓർ ഫ്ലോട്ടിംഗ്. ദ ബോയൻറ്റ് ഫോഴ്സ് ആക്ട് ത്രൂ ദ സെൻട്രോയിഡ് ഓഫ് ദി ഡിസ്പ്ലേസ്ഡ് വോളിയം ഓഫ് ദി ഫ്ലൂയിഡ്, known as center of buoyancy. This holds good for both submerged and floating bodies. അപ്പോൾ എത്രയാണോ സബ്മർജ്ഡ് പോർഷൻ അല്ലെങ്കിൽ എത്ര വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് അല്ലെങ്കിൽ എത്ര വോളിയം ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ആയി ആ വോളിയത്തിൻ്റെ സെൻട്രോയിഡിലായിരിക്കും ബയൻസി ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ സെൻട്രോയിഡ് നമ്മൾ സെൻറ്റർ ഓഫ് ബയൻസി എന്ന് വിളിക്കും. A body has linear stability when a small linear displacement in any direction set up restoring the forces tending to return the body in its original position. A body may float in stable, unstable or neutral equilibrium. A submerged body is rotationally stable only when its center of gravity is below center of buoyancy. എപ്പോഴാണോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി സെൻറ്റർ ഓഫ് ബോയൻസിയെ കാട്ടി താഴെയാവുന്നത് അപ്പോൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി സെൻറ്റർ ഓഫ് ബോയൻസിയുടെ മുകളിലാണെങ്കിൽ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെൻറ്റർ ഓഫ് ബോയൻസിയും ഒരേ പോയിന്റിലാണെങ്കിൽ അത് ന്യൂട്രൽ ഇക്വിലിബ്രിയം. അപ്പോൾ സെൻറ്റർ ഓഫ് ബോയൻസി ഈസ് എബോവ് ദി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ദെൻ സ്റ്റേബിൾ. സെൻറ്റർ ഓഫ് ബോയൻസി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ താഴെയാണെങ്കിൽ അൺസ്റ്റേബിൾ. അത് രണ്ടും ഒരേ പോയിന്റിൽ വരുവാണെങ്കിൽ സ്റ്റേബിൾ. അതുപോലെ മെറ്റാ സെൻറ്റർ
is the point where buoyant force and the center lines intersect when a body is given a small angular displacement. It start oscillating about metacenter. അല്ലേ, ഒരു സ്മോൾ ടിൽറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സബ്മർജ് അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്തിരിക്കുന്ന ഒരു ബോഡിക്ക് ഒരു സ്മോൾ ടിൽറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പർട്ടിക്കുലർ അല്ലേ പോയിന്റിനെ വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് ഓസിലേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ആ പോയിന്റ് നമ്മൾ മെറ്റാ സെൻറ്റർ എന്ന് വിളിക്കുന്നത്. മെറ്റാ സെൻറ്റർ. ഇനി മെറ്റാ സെൻട്രിക് ഹൈറ്റിനെ കുറിച്ചാണ്. മെറ്റാ സെൻട്രിക് ഹൈറ്റ്, അതുപോലെ നമ്മൾ സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മെറ്റാ സെൻറ്റർ എബോവ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി സ്റ്റേബിളാണ്. മെറ്റാ സെൻറ്റർ ബിലോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണെങ്കിൽ അൺസ്റ്റേബിൾ ആണ്. മെറ്റാ സെൻറ്ററും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും ഈക്വൽ ആണെങ്കിൽ അത് ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിലാണ്. മെറ്റാ സെൻട്രിക് ഹൈറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മെറ്റാ സെൻറ്റർ ആൻഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി is known as metacentric height. Metacentric height is equal to I by V minus distance between CG, center of gravity, and center of buoyancy. I by V minus BG. That is metacentric height, where I is the moment of inertia of the plane of floating body at water surface. V is the volume of submerged body in water. In line of vertical buoyancy force action meets the axis symmetry at metacenter. Distance between metacenter and center of gravity is called metacentric height, and it is a measure of flotation and stability of the body. A floating body is stable if center of gravity is below the metacenter. Otherwise, it is unstable. A submerged body is stable if the center of gravity is below the center of buoyancy. Capillary rise